സോ AI കമ്പ്യൂട്ടിംഗിൽ ഓഫ്ലൈൻ ഡിവൈസായ ജെറ്റ്സൺ വേണോ അതോ ഓൺലൈൻ ആയിട്ടുള്ള GPU ക്ലൗഡ് ബേസ്ഡ് GPU വേണോ എന്നുള്ള സംശയം പൊതുവെ വരാറുണ്ട്. സോ ഇന്ന് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ സിസ്റ്റത്തിൽ ഒരു സിംഗിൾ ഡേ വരുന്ന ഓൺലൈൻ കമ്പ്യൂട്ടിംഗ് കോസ്റ്റും അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയി അതായത് ജെറ്റ്സൺ എന്ന ഡിവൈസ് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടിംഗ് കോസ്റ്റും നോക്കാം. സോ ഒരു ആവറേജ് ഒരു 1 ഡേ 20 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് വരുന്നത്. സോ ഒരു സിംഗിൾ അവറിൽ 1.7 മില്യൺ ഫ്രെയിംസ് ആണ് വരുന്നത്. സോ ഒരു ഹോൾ ഡേ 24 അവേഴ്സ് എടുത്താൽ നമുക്ക് 50 മില്യൺ ഫ്രെയിംസ് ആണ് വരുന്നത്. സോ 50 മില്യൺ ഫ്രെയിംസ് പെർ മന്ത് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ഓൺലൈൻ GPUയിൽ നമുക്ക് ഓൾമോസ്റ്റ് 60,000 rupees പെർ മന്ത് ഇന്ത്യൻ റുപ്പീസ് കോസ്റ്റ് വരുന്നുണ്ട്. ഒരു ബേസിക് GPU പാക്കേജ് എടുത്താൽ പോലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ് ടു 60,000 പെർ മന്ത് കോസ്റ്റ് വരുന്നുണ്ട്. ഞാൻ അതിന്റെ കറക്റ്റ് ഡാറ്റ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് ജെറ്റ്സൺ എഡ്ജ് പ്രോസസ്സിംഗിലേക്ക് വരുമ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഓൺലി 80,000 rupees വന്നാൽ പോലും നമുക്ക് പിന്നെ മന്ത്ലി കോസ്റ്റ് വരുന്നില്ല. മാത്രമല്ല ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് എന്നൊരു ഡിപ്പെൻഡൻസി വരുന്നില്ല, സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്നില്ല. സോ നിങ്ങളൊരു AI സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ജെറ്റ്സൺ എന്ന സീരീസ് നിങ്ങൾ എന്തായാലും പരിശോധിക്കണം. ജെറ്റ്സൺ എന്ന സീരീസ് കൊണ്ട് നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓഫ്ലൈൻ ഡിവൈസിലേക്കാണ് നിങ്ങൾ AI സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്.